Súbele, mariachi. വാർക്കൊന്നൊതുങ്ങിയപ്പോൾ ചെയറിന്റെ ഹെഡിൽ തലവച്ച് ഒന്ന് കണ്ണുകളടച്ചു അളക. അല്ലി, നീ എന്താ ഉറങ്ങുവാണോ? തല ഉയർത്തി നോക്കുമ്പോൾ മുന്നിലെ ചെയറിൽ വേണുവേട്ടൻ. അവൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. ക്ഷീണിച്ചോ? കുറച്ച്. എന്നാൽ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോകാം, ഓരോ ചായ കുടിച്ചു വരാം. എനിക്ക് വേണ്ട വേണുവേട്ടാ, ഞാൻ ശർക്കര കാപ്പി സംഘടിപ്പിച്ചു തരാടോ. അളക വേണുവിന് വേദന നിറഞ്ഞ ഒരു ചിരി സമ്മാനിച്ചു. എന്തേ? അച്ഛൻ പോയതിന് ശേഷം ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. വീട്ടിൽ ചെറിയമ്മയാണല്ലോ, അവർ ചായയാണല്ലോ കുടിക്കുന്നേ. എൻ്റെ ഇഷ്ടങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ. തരുന്നത് കുടിക്കും, ഇഷ്ടമില്ലെങ്കിലും. എന്നാൽ നല്ലൊരു കാപ്പി ഞാൻ വാങ്ങിച്ചു തരും. എണീക്ക്. വേണു നിർബന്ധിച്ചപ്പോൾ അളക എഴുന്നേറ്റു. ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോൾ അവളെ ചിരിപ്പിക്കാനെന്നോണം തമാശകൾ പറയുന്നുണ്ട് വേണു. എന്നാൽ അളകയുടെ മുഖത്ത് നിസ്സംഗഭാവമാണ്. പറഞ്ഞതുപോലെ തൻ്റെ മുന്നിൽ കാപ്പി എത്തിയപ്പോൾ എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. നോക്ക്, ഇവിടെ ഇരുന്ന് കരയാനാണ് ഭാവമെങ്കിൽ ചുട്ട അടി വച്ചു തരും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. വേണുവേട്ടാ, എനിക്കൊരു സഹായം ചെയ്തു തരുമോ? ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ വേണു അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ എന്ന അർത്ഥത്തിൽ. ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും എൻ്റെ കൂടെ എല്ലായ്പ്പോഴും വന്നു നിൽക്കാൻ കഴിയില്ല. അവർ പോയാൽ ഞാൻ എങ്ങനെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഞാൻ ജോലി റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ ഒരിടം കണ്ടെത്തി തരുമോ? അതായത് വല്ല ആശ്രമമോ മഠം പോലുള്ള അങ്ങനെ എവിടെയെങ്കിലും. ഇല്ലെങ്കിൽ ആരുമില്ലാത്ത പ്രായമുള്ളവരെ നോക്കുന്ന അഗതി മന്ദിരം പോലുള്ള. അവൾ പറഞ്ഞു പൂർത്തിയാക്കാതെ വേണുവിനെ നോക്കി. വേണു ചായ പോലും കുടിക്കാൻ മറന്ന് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. വേണുവേട്ടാ, അളക വിളിച്ചു. നീ എന്തൊക്കെയാണ് മോളെ ചിന്തിച്ചു കൂട്ടുന്നേ? അച്ഛൻ പോയെന്ന് കരുതി നീ അനാഥയാവുമോ? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്നും എടുത്തു കളയും. ജോലി റിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഇന്ന് പരിസരത്തേക്കൊന്ന് നോക്കാൻ പോലും നിനക്ക് സമയം കിട്ടിയോ? അതുകൊണ്ട് വേണുവേട്ടൻ്റെ അല്ലിക്കുട്ടി, ജോലി ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്ക്. എനിക്ക് അച്ഛനില്ലാതെ പറ്റുന്നില്ല വേണുവേട്ടാ. ഇനി എനിക്ക് ഈ ജന്മം കാണാൻ പറ്റില്ല എന്നോർക്കുമ്പോൾ നെഞ്ചത്ത് എന്തോ കനമുള്ളത് വന്നിരിക്കുന്നത് പോലെ ഒരു തോന്നല. എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ പോയില്ലേ? ഏത് ലോകത്ത് ചെന്നാലാണ് എനിക്ക് എൻ്റെ അച്ഛനെ കേൾക്കാൻ പറ്റുക? പറയാനുള്ളത് പറയാതെ പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ നെഞ്ചിലുള്ള വേദന എന്തുമാത്രമായിരിക്കും? എനിക്കതെല്ലാം ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും. ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും വേണുവേട്ടാ. എനിക്കെൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കണ്ട. കള്ളത്തരവും കാപട്യവും നിറഞ്ഞ ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. നല്ലത് പറഞ്ഞ് അടുത്തു കൂടുമ്പോൾ ലക്ഷ്യം വേറൊന്ന. അങ്ങനെയുള്ളവർ ഉള്ള ലോകത്ത് ഞാൻ എങ്ങനെ തനിച്ച് ജീവിക്കും? ഞാൻ ജനിച്ചതോ ജീവിച്ചതോ മരിച്ചതോ ഈ ലോകം അറിയാൻ പോകുന്നില്ല. എൻ്റെ ജീവിതം കൊണ്ട് ഇനി പ്രത്യേകിച്ചൊരു നേട്ടവും കിട്ടാനില്ല. അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് ആരോരും നോക്കാനില്ലാത്ത പ്രായമായവർക്ക് ഉപകാരമായെങ്കിൽ അതല്ലേ നല്ലത്? കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ പുറം കൈയാൽ തുടച്ചുകൊണ്ട് അവൾ വേണുവിനെ നോക്കി. അവളുടെ ഉള്ളിൽ നിന്നും വേദനയുടെ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് വേണു അറിഞ്ഞു. കാറ്റിലും കോളിലും പെട്ട് ആടിയുലഞ്ഞു നിൽക്കുന്ന ഒരു ആറ്റുവഞ്ചി മാത്രമാണ് അവളിപ്പോൾ. ആ പ്രതിസന്ധിയിൽ നിന്നും അവളെ കരകയറ്റാൻ ഒത്തിരി പ്രയാസമാണെന്ന് വേണു അറിഞ്ഞു. ഇങ്ങനെ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുന്ന അവസ്ഥയിൽ അച്ചു അവളറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്ത വിവരം അല്ലി അറിഞ്ഞാൽ എന്താവും സംഭവിക്കുക? ഓർക്കുമ്പോൾ തന്നെ ടെൻഷൻ കൂടുന്നു. മതി, വാ പോകാം. ഇവിടെ ഇരുന്ന് കരയാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കില്ലായിരുന്നു. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇരുന്നാൽ ഒരാശ്വാസമാകുമല്ലോ എന്ന് കരുതിയപ്പോൾ അത് ഇങ്ങനെയായി. വേണു എഴുന്നേറ്റ് നടന്നപ്പോൾ അളകയും പിന്നാലെ നടന്നു. വൈകുന്നേരം തിരിച്ചും കമ്പനി കാറിൽ തന്നെയാണ് വീട്ടിലേക്ക് അവളെ കൊണ്ടുപോയത്. പോകാൻ നേരം വേണുവിനെ അളക ഡോറിന്റെ അടുത്തേക്ക് കൈമാടി വിളിച്ചു. ഈ മാസത്തെ എൻ്റെ സാലറി കയറിയിട്ടുണ്ട്. എനിക്കൊരു ഫോൺ വാങ്ങി തരണം. പൈസ ഞാൻ നാളെ എടുത്തു തരാം. വേണു തലയാട്ടി. ഓഫീസിൽ നിന്നും തിരികെയുള്ള യാത്രയിൽ വേണു വല്ലാത്ത മൗനത്തിലായിരുന്നു. എന്താണ് വേണുവേട്ടാ ഇത്രയ്ക്ക് ചിന്തിച്ചു കൂട്ടാൻ? വേണുവിൻ്റെ ഇരിപ്പ് കണ്ട് നെറ്റിച്ചുളിച്ച് ആയുഷ് ചോദിച്ചു. ഞാൻ അല്ലിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതിന് മാത്രം എന്താ ഇത്ര ആലോചിക്കാൻ? വേണു ഇന്ന് അളകയുമായുള്ള സംഭാഷണം മുഴുവൻ ആയുഷിന്റെ അടുത്ത് പറഞ്ഞു. എല്ലാം കേട്ട് അവനും ആലോചനയിൽ മുഴുകി. അച്ചു, അല്ലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉടൻ എടുക്കണം. നിങ്ങൾ തമ്മിലുള്ള കല്യാണം രജിസ്റ്റർ ചെയ്ത വിവരവും അവളെ അറിയിക്കണം. അവളുടെ പ്രതികരണം എന്തു തന്നെയായാലും ഇത് അവളെ അറിയിക്കുക തന്നെ വേണം. സത്യത്തിൽ അവളറിയാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ആയുഷ് കനത്തിലൊന്ന് മൂളി. അച്ചു, ആ മൊബൈൽ ഷോപ്പിന്റെ മുന്നിൽ ഒന്ന് നിർത്തിക്കോ. ആയുഷ് ചോദ്യഭാവത്തിൽ വേണുവിനെ നോക്കി.
അളക തന്നോട് പറഞ്ഞ കാര്യം വേണു ആയുഷിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വാങ്ങാം, വേണുവേട്ടൻ ഇറങ്ങണ്ട. അരമണിക്കൂറിനുള്ളിൽ അവൻ തിരിച്ചു വന്നു. ഫോണിന്റെ ബോക്സ് വേണുവിന്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. ഇതെന്താ, ഐഫോണോ? ആ, എൻ്റെ അച്ചു ഇത് കണ്ടാൽ അല്ലി നാഗവല്ലിയാകും, ഉറപ്പ്. നിനക്കെന്താ വിവരമില്ലേ? ഒരു സാധാരണക്കാരി കുട്ടി അവളുടെ ശമ്പളത്തിന് ഒതുങ്ങുന്ന ഫോണല്ലേ വാങ്ങൂ. ഐഫോണിന് എന്തുമാത്രം വിലയാകുമെന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ അതിനുണ്ട്. ഉണ്ടായിക്കോട്ടെ, വിവരമുള്ള കുട്ടിയെ തന്നെയാണല്ലോ എനിക്കും ആവശ്യം. ഈ ഫോൺ എന്ന് പറയുന്നത് ദിവസം ദിവസം മാറ്റാനുള്ളതല്ല. എൻ്റെ ഭാര്യയ്ക്ക് ഐഫോൺ മതി. ഓ, എൻ്റെ മേല് കുളിര് പോരുന്നു. എന്തിന്? അല്ല, ഭാര്യ എന്ന വാക്ക് കേട്ടപ്പോൾ എന്തായി തീരുമോ എന്തോ. ഒരു എന്തോയുമില്ല. ഈ വരുന്ന സൺഡേ അമ്പലത്തിൽ വച്ച് താലി കെട്ടി ഞാനിങ്ങ് കൊണ്ടുവരും. വീട്ടിൽ അവതരിപ്പിച്ചോ? ഇല്ല. അപ്പോൾ അവരൊന്നും വേണ്ടേ? അതിനു മാത്രം സമയമായില്ല. അച്ചോ, ഇത് കുട്ടിക്കളിയല്ല. ഇന്ദു അമ്മയെങ്ങാനും അറിഞ്ഞാൽ എന്നെ മേശപ്പൂ കത്തിക്കുന്ന പോലെ കത്തിക്കും. ആയുഷ് തല തിരിച്ച് ഉച്ചത്തിലൊന്ന് ചിരിച്ചു. പിറ്റേന്ന് ഓഫീസിലെത്തിയ പാടെ വേണു അളകയ്ക്ക് ഫോൺ കൊടുത്തു. ഇത് ഏതാ കമ്പനി വേണുവേട്ടാ? എത്രയായി? വേണുവേട്ടൻ്റെ നമ്പർ തന്നെയല്ലേ ഗൂഗിൾ പേ നമ്പറും? ഞാൻ ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. വേണു അവളുടെ അടുത്തിരുന്നു കൊണ്ട് ആ ഫോൺ കയ്യിലെടുത്തു. പിന്നെ അല്ലി, ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ അളകയ്ക്കും എന്തോ ചെറിയ പേടി തോന്നി. വേറൊന്നുമല്ല, ഞാൻ ഫോൺ വാങ്ങാൻ ഷോപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ സാറും കൂടെ വന്നു. അങ്ങനെ സാറാ ഇത് വാങ്ങിച്ചത്. പിന്നെ സാർ പറഞ്ഞു മാസം മാസം സാലറിയിൽ നിന്ന് പിടിച്ചോളാമെന്ന്. അതെന്തിനാ? എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ വേണുവേട്ടൻ അയച്ചു തരാം. വേണുവേട്ടൻ സാറിന് കൊടുത്താൽ മതി. വേണു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. മോളെ, ഇത് സാധാ ഫോണല്ല, ഐഫോണാണ്. എന്തോന്ന്? ഐഫോൺ? എനിക്കെന്തിനാ ഐഫോൺ? ഇത് സാറിന് തന്നെ കൊടുത്തേക്കൂ, എനിക്ക് വേണ്ട. അവൾ ഫോണിൻ്റെ ബോക്സ് വേണുവിൻ്റെ നേർക്ക് നീക്കി വെച്ചു. അയ്യോ മോളെ, അങ്ങനെ പറയരുത്. ഇവിടെ വർക്ക് ചെയ്യുമ്പോഴും മറ്റും നിനക്ക് ഈ ഫോൺ ആവശ്യമായി വരും. അന്നേരം നമ്മൾ വില കുറഞ്ഞ ഫോണാണ് വാങ്ങിയതെങ്കിൽ അത് മാറ്റി ഇത് വാങ്ങേണ്ട അവസ്ഥയാകും. അന്നേരം നമുക്ക് തന്നെയല്ലേ നഷ്ടം. ഇതാവുമ്പോൾ ഓരോ മാസവും ഒരു സംഖ്യ അടച്ചു കൊടുത്താൽ സംഗതി ലാഭമല്ലേ. കുറച്ചു നേരം ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് അവൾക്കും ബോധ്യമായി. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ വേണു ഐഫോൺ പ്രശ്നം പരിഹരിച്ചു. വിനയനോട് പറഞ്ഞ് ഞായറാഴ്ചത്തെ താലികെട്ടിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ചു ആയുഷ്. അളകയ്ക്ക് ഉടുക്കാനുള്ള സാരിയും അവൾക്ക് അത്യാവശ്യം ഇടാനുള്ള ഓർണമെന്റ്സും ജോണിന്റെ വകയായിരുന്നു. എല്ലാം വിനയന്റെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചു. അങ്ങനെ ആ ദിവസവും എത്തി. കാലത്ത് കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ വിനയൻ അവളുടെ അടുത്തേക്ക് വന്നു. അളക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്ന അർത്ഥത്തിൽ അവൾ വിനയനെ നോക്കി. മോളോട് പറയാതെ ചെറിയച്ഛൻ ഒരു കാര്യം ചെയ്തു. എന്ത് കാര്യം? ഇതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. ചെറിയച്ഛൻ കാര്യം പറയൂ. ഇന്ന് അമ്പലത്തിൽ വെച്ച് മോളുടെ കല്യാണമാണ്. വരനും കൂട്ടരും അമ്പലത്തിൽ ഇപ്പോൾ എത്തും. മോൾ വേഗം സാരിയൊക്കെ കൊടുത്ത് റെഡിയാവും. അളകയുടെ കണ്ണുകൾ ജ്വലിച്ചു. എന്നോട് പറയാതെയോ? എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കല്യാണത്തിന് വാക്ക് കൊടുക്കാൻ ചെറിയച്ഛൻ എങ്ങനെ കഴിഞ്ഞു? ആരാ വരൻ? അനിയേട്ടനാണോ അതോ ആദിയോ? രണ്ടുപേരുമല്ല. ഓ, മൂന്നാമതൊരാളോ? അവൾ പുച്ഛത്തിലൊന്ന് ചിരിച്ചു. ആരാ അയാള്? അത് അമ്പലത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. വിനയന്റെ മറുപടി കേട്ട് അളകയ്ക്ക് അടിമുടി പെരുത്ത് കയറി. ഇല്ല, ഞാൻ ആരെയും കല്യാണം കഴിക്കുന്നില്ല. ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും ഇറങ്ങാനും പോകുന്നില്ല. അവൾ പെട്ടെന്ന് മുറിയിൽ കയറി കതകടച്ചു. അളക, വാതിൽ തുറക്കൂ, ഞാൻ പറയട്ടെ. വിനയൻ എന്തു തന്നെ പറഞ്ഞിട്ടും അളക വാതിൽ തുറന്നില്ല. ദേഷ്യം കൊണ്ട് വിറച്ച അയാൾ കൈ ചുരുട്ടി ചുവരിൽ ആഞ്ഞിടിച്ചു.